നമ്മുടെ അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ കാണുന്നൊരു മുഖമാണ് ഈശ്വർ മാൽപേ. ഈശ്വർ മാൽപേ ഒരുവിധം ആർക്കും അറിയാൻ സാധ്യത കുറവാണ്. എനിക്കും അറിയില്ലായിരുന്നു. ഈ അർജുൻ്റെ ഒരു വിഷയം വന്നതിന് ശേഷമാണ് ഈശ്വർ മാൽപേ ആരാണെന്ന് ഞാൻ തപ്പിപ്പോയത്. അദ്ദേഹം ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരൻ, ഒരു ഫിഷർമാൻ. മാൽപേ എന്ന ഗ്രാമത്തിലെ ഒരു ഫിഷർമാൻ. ഏത് കുത്തൊഴുക്കുള്ള പുഴയിലും ആഴക്കടലിലും ഗതിവിഗതികൾ അറിയാവുന്ന എ ഗ്രേറ്റ് മാൻ. ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായം കൂടാതെ തന്നെ ഏകദേശം 3 മിനിറ്റ് സമയം വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ പോയി കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് തപ്പിയെടുത്ത് വരാൻ പറ്റുന്ന ഒരു സാഹസികൻ. അർജുൻ്റെ റെസ്ക്യൂ ഓപ്പറേഷനിലും യാതൊരു ഇച്ഛയും കൂടാതെയാണ് അദ്ദേഹം ഈ ഒരു ദൗത്യത്തിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഏകദേശം 1000 ജീവനുകളാണ് മാൽപേ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷപ്പെടുത്തി എടുത്തിട്ടുള്ളത്. സ്ക്യൂബ ഡൈവിങ്ങിൽ ഈ അടുത്തിടെ നടത്തിയ ഒരു സ്പെഷ്യലിസ്റ്റ് പരീക്ഷണമല്ലാതെ അക്കാദമിക്കായിട്ട് യാതൊരു പ്രൊഫൈലും ഈ ഈശ്വർ മാൽപേക്കില്ല എന്നുള്ളത് ഒരു വ്യത്യസ്തമായ കാര്യം തന്നെയാണ്. നദിയെ കരയായി കണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് 10ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റതിൻ്റെ വിഷമം കൊണ്ട് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ നോക്കിയ ഒരു പെൺകുട്ടിയെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ പിടിച്ചിരുന്നു. മിക്ക ദൗത്യങ്ങൾക്കും അദ്ദേഹം പോകാറ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള 2 ഓക്സിജൻ സിലിണ്ടറുകൾ വെച്ചിട്ടാണ്. ഏകദേശം 1.25 ലക്ഷം രൂപയുടെ റീഫില്ലിംഗ് കിറ്റാണ് അദ്ദേഹത്തിന് ഈ ഒരു ദൗത്യത്തിനായി ആവശ്യം വരിക. എന്തൊരു അപകട സാധ്യതകൾ നിറഞ്ഞ റെസ്ക്യൂ മിഷനാണെന്നെങ്കിലും അദ്ദേഹം ഒരു മടിയും കൂടാതെ അതെല്ലാം ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്നത് സ്വന്തം അമ്മയും ഭാര്യയും 3 മക്കളും അകമഴിഞ്ഞുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇതുപോലെയുള്ള റെസ്ക്യൂ മിഷനുകൾ അദ്ദേഹത്തിന് സാധ്യമാകുന്നത്. അർജുനെയും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാൽപേക്ക് ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ആശംസകളും.